വെൽക്കം ടു SVG അക്കാദമി. എല്ലാവർക്കും SVG അക്കാദമിയിലേക്ക് സ്വാഗതം. ഇത് നമ്മളുടെ 9ാമത്തെ ക്ലാസ്സാണ്. In the 8th class, we have given a question for preparing an income and expenditure account. 8ാമത്തെ ക്ലാസ്സിൽ നമ്മൾ നിങ്ങൾക്കൊരു ക്വസ്റ്റ്യൻ തന്നിട്ടായിരുന്നു, ഒരു ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ എല്ലാവരും ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്തിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. പ്രിപ്പയർ ചെയ്തിട്ടില്ലാത്തവർ 8ാമത്തെ ക്ലാസ്സിലെ ക്വസ്റ്റ്യൻ നോക്കുക, നിങ്ങൾ സ്വന്തമായിട്ട് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് തയ്യാറാക്കുക. അതിനുശേഷം ഈ വീഡിയോ കണ്ട് നിങ്ങളുടെ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് നിങ്ങൾ പ്രിപ്പയർ ചെയ്തത് ശരിയാണ് അല്ലെങ്കിൽ തെറ്റാണ് എന്ന് മനസ്സിലാക്കുക. തെറ്റാണെങ്കിൽ എവിടെയാണ് തെറ്റ് പറ്റിയിരിക്കുന്നത് എന്ന് നിങ്ങൾ ശ്രദ്ധിച്ച് മനസ്സിലാക്കുക. സോ വി ആർ മൂവിങ് ടു ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട്. നമ്മൾക്ക് ഒരു റെസിപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ട് തന്നിട്ടുണ്ട്. നമ്മൾ എങ്ങനെയാണ് ഇതിൽ നിന്ന് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് തയ്യാറാക്കുന്നത്? Already we have discussed some steps before going to the income and expenditure account. Some steps we have to consider. എന്തൊക്കെയാണത്? Go through the question carefully. Question വായിച്ച് നോക്കുക. രണ്ടാമത്തേത്, ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ വരുന്നതിനൊക്കെ ഇൻകത്തിനെല്ലാം I മാർക്ക് ചെയ്യുക, എക്സ്പെൻസിനെല്ലാം E മാർക്ക് ചെയ്യുക, ബാലൻസ് ഷീറ്റിൽ അസറ്റായി വരുന്നതിനൊക്കെ ബാലൻസ് ഷീറ്റ് BA മാർക്ക് ചെയ്യുക, ബാലൻസ് ഷീറ്റിൽ ലാബിലിറ്റി ആയി വരുന്നതിന് BL മാർക്ക് ചെയ്യുക. ഇതാണ് നമ്മൾ പറഞ്ഞ കാര്യം. അപ്പോൾ നമുക്ക് ഈ ക്വസ്റ്റ്യൻ നോക്കാം. അതുപോലെ തന്നെ ഏതെങ്കിലും അഡ്ജസ്റ്റ്മെൻറ്റ്സ് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് റെസിപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ടിലെ അതാത് ഐറ്റത്തിന് നേർക്ക് നിങ്ങൾക്ക് അറിയാവുന്ന രീതിയിൽ, അതായത് ഒരു മാർക്ക് വയ്ക്കുക. ആ മാർക്ക് കണ്ടാൽ മനസ്സിലാവും ഇതിനൊരു അഡ്ജസ്റ്റ്മെൻ്റ് ഉണ്ട്. സോ we are moving to the question. First one is opening balance. Opening balance will not be considered in income and expenditure account. ക്യാഷിൻ്റെയോ ബാങ്കിൻ്റെയോ ഓപ്പണിംഗ് ബാലൻസ് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ കൗണ്ട് ചെയ്യാറില്ല. അതുകൊണ്ട് ഓപ്പണിംഗ് ബാലൻസ് ഒഴിവാക്കി. സബ്സ്ക്രിപ്ഷൻ നമുക്ക് 2014 ഉണ്ട്, 2015 ഉണ്ട്, 2016 ഉണ്ട്. 3 വർഷത്തെ സബ്സ്ക്രിപ്ഷൻ നമുക്ക് കിട്ടിയിട്ടുണ്ട്. Before going to answer the question or before going to the income and expenditure account, first we should thoroughly understand what is our financial year. നമ്മളോട് ക്വസ്റ്റ്യനിൽ ഏത് ഫിനാൻഷ്യൽ ഇയറിൻ്റെ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചറോ റെസിപ്റ്റ്സ് ആൻഡ് പേയ്മെൻറ്റ്സ് അക്കൗണ്ടോ ബാലൻസ് ഷീറ്റോ ആണോ പ്രിപ്പയർ ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത് എന്ന് നിങ്ങൾ ക്വസ്റ്റ്യനിൽ പ്രത്യേകിച്ച് മനസ്സിലാക്കണം. ഇവിടെ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് എന്താണ്? ആസ് ഓൺ 31 മാർച്ച് 2015, 31/3/2015 ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് തയ്യാറാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? 2015 ഇൻകവും എക്സ്പെൻഡിച്ചറും മാത്രമേ കൗണ്ട് ചെയ്യാൻ പാടുള്ളൂ. ഓക്കെ. ഇവിടെ സബ്സ്ക്രിപ്ഷനിൽ എന്താ പറഞ്ഞത്? സബ്സ്ക്രിപ്ഷൻ 2014, 2014 സബ്സ്ക്രിപ്ഷൻ 1500 എന്ന് പറഞ്ഞാൽ 2014 നമ്മൾക്ക് കിട്ടാനുള്ളതായിരുന്നു. 2014 കിട്ടാനുള്ളത് 2015 കിട്ടി. കാരണം നമ്മൾ റെസീറ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ടിൽ എല്ലാ റെസീറ്റും എല്ലാ പേയ്മെൻറ്റുകളും റെക്കോർഡ് ചെയ്യുമെന്ന് ഓൾറെഡി നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഏത് വർഷത്തെ എന്ന് പരിഗണിക്കാതെ എല്ലാ റെസീറ്റുകളും, എല്ലാ പേയ്മെൻറ്റുകളും, എല്ലാ ക്യാപിറ്റൽ റെസീറ്റും, എല്ലാ റവന്യൂ റെസീറ്റും, എല്ലാ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറും, എല്ലാ റവന്യൂ എക്സ്പെൻഡിച്ചറും നമ്മൾ റെസീറ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ട് റെക്കോർഡ് ചെയ്യും എന്ന് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. അപ്പോൾ സബ്സ്ക്രിപ്ഷൻ എഴുതുമ്പോൾ 2014 സബ്സ്ക്രിപ്ഷൻ നമ്മൾക്ക് കൗണ്ട് ചെയ്യാൻ പറ്റില്ല. നെക്സ്റ്റ് ഈസ് 2015 സബ്സ്ക്രിപ്ഷൻ 2015, ഇത് മാത്രമേ നമുക്ക് കൗണ്ട് ചെയ്യാൻ പറ്റൂ. 2016 സബ്സ്ക്രിപ്ഷൻ കിട്ടി, അതെന്താണ്? അൺഏൺഡ് ആണ്. അതായത് നമ്മുടെ ഫിനാൻഷ്യൽ ഇയർ 2015 ആണ്. 2016 സബ്സ്ക്രിപ്ഷൻ നമ്മൾ കിട്ടിയെങ്കിൽ അതെന്താണ്? നമുക്ക് ഇൻകം റിസീവ്ഡ് ഇൻ അഡ്വാൻസ്, ഇൻകം അഡ്വാൻസ് ആയി കിട്ടിയതാണ്. ദാറ്റ് ഈസ് കോൾഡ് അൺഏൺഡ് ഇൻകം. വാട്ട് ഈസ് അൺഏൺഡ് ഇൻകം? ഇൻകം റിസീവ്ഡ് ഇൻ അഡ്വാൻസ് ഈസ് കോൾഡ് അൺഏൺഡ് ഇൻകം. അപ്പോൾ ഇത് നമുക്ക് പറ്റില്ല. ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ നമുക്ക് സബ്സ്ക്രിപ്ഷൻ 10,000 മാത്രം കാണിക്കുക.
സോ ഇത് ഇൻകം ആണ്, മാർക്ക് ചെയ്യുക. ഡൊണേഷൻ ഇൻകം ആണ്. ഡൊണേഷനെ പറ്റി എന്ത് പറഞ്ഞിരിക്കുന്നു? സാലറി ഔട്ട്സ്റ്റാൻഡിങ്, എന്റർടൈൻമെന്റ് എക്സ്പെൻസ് ഔട്ട്സ്റ്റാൻഡിങ്, ബാങ്ക് ഇൻട്രസ്റ്റ് റിസീവബിൾ, സബ്സ്ക്രിപ്ഷൻ അക്രൂഡ് 400. സബ്സ്ക്രിപ്ഷൻ 400 റുപ്പീസ് ഇനിയും അക്രൂഡ് ഉണ്ടെന്ന് പറഞ്ഞു. എന്ന് പറഞ്ഞാൽ കറണ്ട് ഇയറിലെ സബ്സ്ക്രിപ്ഷൻ 400 രൂപ നമ്മൾക്ക് ഇനിയും കിട്ടാനുണ്ട്. ഇൻകം കിട്ടാനുണ്ട്, പക്ഷേ കിട്ടിയിട്ടില്ല. എന്താണ് പറയുന്ന പേര്? ഇൻകം റിസീവബിൾ ബട്ട് നോട്ട് റിസീവ്. വാട്ട് ഈസ് ദ നെയിം? That is called accrued income. What is accrued income? Income receivable but not received. കിട്ടാനുണ്ട്, കിട്ടിയിട്ടില്ല. That is called accrued. Accrued income എൻട്രി എന്താണ്? What is the journal entry for accrued income? All receivables are assets. കിട്ടാനുള്ളതെല്ലാം അസറ്റാണ്. So accrued income account debtor. ഓൾ റിസീവബിൾസ് ആർ അസറ്റ്സ്. കിട്ടാനുള്ളതെല്ലാം അസറ്റ് ആണെങ്കിൽ ഇൻകം അക്രൂഡ് അസറ്റ് അല്ലേ? സോ ഇറ്റ് വിൽ ബി ഡെബിറ്റഡ്. അക്രൂഡ് ഇൻകം അക്കൗണ്ട് ഡെറ്റർ ടു ഇൻകം. ഇൻകം ഈസ് ക്രെഡിറ്റഡ്. വാട്ട് ഈസ് ദി എഫക്ട് വെൻ ഇൻകം ഈസ് ക്രെഡിറ്റഡ്? ഇൻകം വിൽ ബി ഇൻക്രീസ്ഡ്. കറക്റ്റ് അല്ലേ? ഇൻകത്തിൽ ക്രെഡിറ്റ് ചെയ്താൽ ഇൻകം കൂടും, എക്സ്പെൻസിൽ ഡെബിറ്റ് ചെയ്താൽ എക്സ്പെൻസ് കൂടും. അപ്പോൾ അക്രൂഡ് ഇൻകം എന്ന് പറയുന്നത് ഇവിടെ സബ്സ്ക്രിപ്ഷൻ നമ്മൾക്ക് 400 രൂപ കിട്ടാനുണ്ട് എന്ന് പറഞ്ഞാൽ 2015 സബ്സ്ക്രിപ്ഷൻ എന്ന് പറയുന്നത് നമ്മൾക്ക് 10,000 പ്ലസ് 400, 10,400 കിട്ടണം. അപ്പോൾ സബ്സ്ക്രിപ്ഷന് ഇവിടെ ഒരു അഡ്ജസ്റ്റ്മെന്റ് ഉണ്ട്. സോ യു ഹാവ് ടു പുട്ട് വൺ മാർക്ക് ഹിയർ. 2015 സബ്സ്ക്രിപ്ഷൻ്റെ അഡ്ജസ്റ്റ്മെന്റ് ഉണ്ട്. ദെൻ ഡൊണേഷൻ ഇൻകം ആണ്. ഹോൾ റെന്റ് ഇൻകം ആണ്. ഇൻട്രസ്റ്റ് ഓൺ ബാങ്ക് ഡെപ്പോസിറ്റ്, ഇൻട്രസ്റ്റ് ഓൺ ബാങ്ക് ഡെപ്പോസിറ്റ് ഇൻകം ആണ്. ഐ മാർക്ക് ചെയ്യുക. അഡ്ജസ്റ്റ്മെന്റ് മൂന്നാമത്തെ പറഞ്ഞു ബാങ്ക് ഇൻട്രസ്റ്റ് റിസീവബിൾ 150. റെസിപ്റ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ടിൽ ഇൻട്രസ്റ്റ് ഓൺ ബാങ്ക് ഡെപ്പോസിറ്റ് 450 പറഞ്ഞിട്ടുണ്ട്. കൂടാതെ അഡ്ജസ്റ്റ്മെന്റ് മൂന്നാമത്തെ അഡ്ജസ്റ്റ്മെന്റ് പറഞ്ഞു ബാങ്ക് ഇൻട്രസ്റ്റ് റിസീവബിൾ 150. 150 രൂപ നമുക്ക് ഇൻട്രസ്റ്റ് ബാങ്ക് ഇൻട്രസ്റ്റ് ഇനിയും കിട്ടാനുണ്ട്. ദാറ്റ് ഈസ് ഓൾസോ അക്രൂഡ് ഇൻകം. ഇൻകം റിസീവബിൾ നോട്ട് റിസീവ്ഡ്. ദാറ്റ് ഈസ് ഓൾസോ അസറ്റ്. എന്ത് ചെയ്യണം? വി ഹാവ് ടു ആഡ് ടു ദി ഇൻട്രസ്റ്റ്. സോ പുട്ട് വൺ മോർ മാർക്ക് ഹിയർ. ഇൻട്രസ്റ്റ് ഓൺ ബാങ്ക് ഡെപ്പോസിറ്റിന് ഒരു അഡ്ജസ്റ്റ്മെന്റ് ഉണ്ട്. ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുമ്പോൾ ആ അഡ്ജസ്റ്റ്മെന്റ് പരിഗണിക്കണം. Entrance fee 1,000 income. Entrance fee 1,000 income ആണ്. ഇനി പേയ്മെന്റ് സൈഡിലേക്ക് വരിക. പേയ്മെന്റ് സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ പർച്ചേസ് ഓഫ് ഫർണിച്ചർ 1/2014 5,000. എന്താണത്? ഫർണിച്ചർ പർച്ചേസ് ചെയ്താൽ എന്താണത്? ഈസ് ഇറ്റ് ആൻ എക്സ്പെൻസ്? വെദർ ഇറ്റ് ഈസ് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ഓർ റവന്യൂ എക്സ്പെൻഡിച്ചർ? ഫർണിച്ചർ പർച്ചേസ് വിൽ ബി എ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ. ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ എവിടെ എടുക്കാൻ പാടുള്ളൂ? ബാലൻസ് ഷീറ്റിൽ എടുക്കാൻ പാടുള്ളൂ. സോ ഇറ്റ് വിൽ കം ടു ബാലൻസ് ഷീറ്റ്. BA ബാലൻസ് ഷീറ്റ് അസറ്റ്സ്. സാലറി എക്സ്പെൻസസ്. സാലറി എക്സ്പെൻഡിച്ചർ ആണ്, അത് എക്സ്പെൻസ് ആയിട്ട് വരും. സാലറിയെ പറ്റി എന്താ അഡ്ജസ്റ്റ്മെന്റ് പറഞ്ഞിരിക്കുന്നു? ഒന്നാമത്തെ അഡ്ജസ്റ്റ്മെന്റ് പറഞ്ഞിരിക്കുന്നു സാലറി 1,500 ഔട്ട്സ്റ്റാൻഡിങ്. ഔട്ട്സ്റ്റാൻഡിങ് സാലറി 1,500 എന്ന് പറഞ്ഞാൽ 1,500 രൂപ സാലറി ഇനിയും കൊടുക്കാനുണ്ട്. പേയ്മെന്റ് അക്കൗണ്ടിൽ എത്ര കാണിച്ചിട്ടുള്ളൂ? റെസിപ്റ്റ്സ് ആൻഡ് പേയ്മെന്റ്സ് അക്കൗണ്ടിൽ നമ്മൾ 2,000 കാണിച്ചിട്ടുള്ളൂ. ആക്ച്വലി നമ്മൾ സാലറി എന്ന് പറയുന്നത് 3,500 ആണ്. സോ 2,000 ഈസ് പെയ്ഡ് ആൻഡ് 1,500 ഈസ് സ്റ്റിൽ പേയബിൾ. എന്ത് ചെയ്യണം? ഔട്ട്സ്റ്റാൻഡിങ് സാലറി എന്ത് ചെയ്യണം? ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുമ്പോൾ എക്സ്പെൻസ് ആയ സാലറിയുടെ കൂടെ ഔട്ട്സ്റ്റാൻഡിങ് സാലറി 1,500 ആഡ് ചെയ്യണം. അപ്പോൾ ടോട്ടൽ സാലറി എത്രയായി? 3,500. ഔട്ട്സ്റ്റാൻഡിങ് സാലറിയെ ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുമ്പോൾ എന്ത് ചെയ്യും? കൊടുക്കാനുള്ളതാണ്. ഓൾ പേയബിൾസ് ആർ ലാബിലിറ്റീസ്. കൊടുക്കാനുള്ളതെല്ലാം ലാബിലിറ്റിയാണ്. സോ സാലറി ഔട്ട്സ്റ്റാൻഡിങ് ഈസ് പേയബിൾ, ഇറ്റ് ഈസ് എ ലാബിലിറ്റി.
ഇറ്റ് വിൽ ബി ഷോൺ ഓൺ ദി ലയബിലിറ്റി സൈഡ് ഓഫ് ദി ബാലൻസ് ഷീറ്റ്. ഇവിടെ നമ്മൾ ബാലൻസ് ഷീറ്റ് എത്തിയിട്ടില്ല, ജസ്റ്റ് ഐ ഇൻഫോം. അപ്പോൾ സാലറിക്ക് ഒരു അഡ്ജസ്റ്റ്മെൻ്റ് ഉണ്ട്, സാലറിക്ക് ഒരു അഡ്ജസ്റ്റ്മെൻ്റ് ഉണ്ട്, സാലറിക്ക് അഡ്ജസ്റ്റ്മെൻറ്റ് മാർക്ക് ചെയ്യാം. ടെലിഫോൺ ചാർജസ് 300. ടെലിഫോൺ ചാർജസ് 300 എക്സ്പെൻസ് ആണ്. ഇലക്ട്രിസിറ്റി ചാർജസ് എക്സ്പെൻസ് ആണ്. പോസ്റ്റേജ് ആൻഡ് സ്റ്റേഷനറി എക്സ്പെൻസ് ആണ്. പർച്ചേസ് ഓഫ് ബുക്സ്. പർച്ചേസ് ഓഫ് ബുക്സ് നമ്മൾ ഓൾറെഡി വി ഹാവ് ഡിസ്കസ്ഡ് ദി മാറ്റർ ഓഫ് പർച്ചേസ് ഓഫ് ബുക്സ്. പർച്ചേസ് ഓഫ് ബുക്സ് എന്ന് പറയുന്നത് അസറ്റാണ്. കാരണം ബുക്ക് എന്ന് പറയുന്നത് ഇറ്റ് ഇസ് നോട്ട് എ സ്റ്റേഷനറി. പറയുന്ന വേർഡ്സ് നിങ്ങൾ ശ്രദ്ധിച്ചോണം. പർച്ചേസ് ഓഫ് സ്റ്റേഷനറി ആയിരുന്നുവെങ്കിൽ നമ്മൾ എന്ത് ചെയ്തേനെ, ഇറ്റ് വിൽ ബി കൺസിഡർഡ് ആസ് എക്സ്പെൻസ്. ഇവിടെ പറഞ്ഞിരിക്കുന്നത് പർച്ചേസ് ഓഫ് ബുക്സ് എന്നാണ്. ബുക്സ് മീൻസ് റീഡിംഗ് ബുക്സ് ആണ്. സോ ഇറ്റ് വിൽ ബി കൺസിഡർഡ് ആസ് ആൻ അസറ്റ്. സോ പർച്ചേസ് ഓഫ് ബുക്സ് വിൽ ബി ബാലൻസ് ഷീറ്റ് അസറ്റ്. Entertainment expenses 900. Entertainment expenses 900. It will come to entertainment expenses 900 will come to expenses. രണ്ടാമത്തെ അഡ്ജസ്റ്റ്മെന്റ് പറഞ്ഞിരിക്കുന്നത് എന്റർടൈൻമെന്റ് എക്സ്പെൻസസ് ഔട്ട്സ്റ്റാൻഡിങ് 500. 900 രൂപ എന്റർടൈൻമെന്റ് എക്സ്പെൻസ് നമ്മൾ കൊടുത്തു കഴിഞ്ഞു. ദാറ്റ് ഈസ് ഓൺ ദി പേയ്മെന്റ് സൈഡ് ഓഫ് ദി റെസിറ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ട്. നൗ 500 more rupees is still payable. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഇൻകം ആൻഡ് എക്സ്പെൻസർ അക്കൗണ്ടിൽ എക്സ്പെൻസ് സൈഡിൽ എൻ്റർടൈൻമെൻറ്റ് എക്സ്പെൻസസ് 900 ആഡ് ഔട്ട്സ്റ്റാൻഡിങ് 500 ടോട്ടൽ നമ്മൾ ഔട്ടർ കോളത്തിൽ എഴുതുക. ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുമ്പോൾ ഇറ്റ്സ് ഓൾസോ എ ലാബിലിറ്റി. ബാലൻസ് ഷീറ്റ് ലാബിലിറ്റി സൈഡിൽ കാണിക്കും ഔട്ട്സ്റ്റാൻഡിങ് എൻ്റർടൈൻമെൻറ്റ് എക്സ്പെൻസസ് 500. Next is purchase of 5% government securities. 5% government bonds. 8000. ഗവൺമെൻറ് ബോണ്ട് ഇൻവെസ്റ്റ് ചെയ്തതാണ്, ക്യാപിറ്റൽ പേയ്മെൻ്റ് ആണ്. ഓക്കെ, ക്യാപിറ്റൽ പേയ്മെൻ്റ് ആണ്. സോ ഇറ്റ് വിൽ കം ടു ബാലൻസ് ഷീറ്റ്. ബാലൻസ് ഷീറ്റ് അസറ്റ് ആണ്. ബാലൻസ് ഷീറ്റ് അസറ്റ്. പക്ഷേ ഇതിൽ ക്വസ്റ്റ്യനിൽ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്. എപ്പോഴും നിങ്ങൾക്ക് ഏതെങ്കിലും ക്വസ്റ്റ്യനിൽ ഒരു കാര്യം ശ്രദ്ധിക്കണം. ഏതെങ്കിലും ക്വസ്റ്റ്യനിൽ ഒരു ഐറ്റത്തിൻ്റെ കൂടെ ഒരു ഫിക്സഡ് പെർസെൻറ്റേജോ ഇല്ലെങ്കിൽ ഒരു ഡേറ്റോ തന്നിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾ കൊടുക്കാനുള്ള വഴിയാണ്. ഏതെങ്കിലും ക്വസ്റ്റ്യനിൽ ഒരു ഐറ്റത്തിൻ്റെ കൂടെ ഒരു പെർസെൻറ്റേജോ അല്ലെങ്കിൽ ഒരു ഡേറ്റോ, അതായത് പർച്ചേസ് ചെയ്ത ഡേറ്റോ വിറ്റ ഡേറ്റോ ഏതെങ്കിലും ഒരു ഡേറ്റ് തന്നിട്ടുണ്ടെങ്കിൽ നമ്മളത് പ്രത്യേകം ശ്രദ്ധിക്കണം. കാരണം നമ്മളെ അത് കൊടുക്കും. അതിനുവേണ്ടി പ്രത്യേക അഡ്ജസ്റ്റ്മെൻറ്റ്സ് ഒന്നും പറയണമെന്നില്ല. ഇവിടെ നമ്മളുടെ ഈ ക്വസ്റ്റ്യനിൽ യാതൊരു അഡ്ജസ്റ്റ്മെൻറ്റും അതിനെപ്പറ്റി പറഞ്ഞിട്ടില്ല. പക്ഷേ പർച്ചേസ് ഓഫ് 5% ഗവൺമെൻറ് ബോണ്ട് 8000 ഓൺ 1/7/2014 എന്ന് പറഞ്ഞു. 1/7/2014 8000 രൂപയുടെ ഗവൺമെൻറ് ബോണ്ട് നമ്മൾക്ക് വാങ്ങിച്ചു. അതിൻ്റെ പലിശ എന്ന് പറയുന്നത് നമ്മൾ കിട്ടുന്ന ഇൻകം എന്ന് പറയുന്നത് 5% ആണ്. എങ്കിൽ ആ ഇൻട്രസ്റ്റ് എവിടെ? നമ്മളുടെ റെസിറ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ടിൻ്റെ റെസിറ്റ് സൈഡിൽ ഇതിന് മേലെ നമുക്ക് ഇൻട്രസ്റ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ, കാരണം നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത് 1/7/2014 നമ്മൾ ബുക്ക് പ്രിപ്പയർ ചെയ്യുന്നത് എന്താണ്? 31/3/2015. സോ ഏപ്രിൽ മുതൽ ജൂൺ 30 വരെ 3 മാസം കഴിഞ്ഞു. ജൂലൈ 1-ാം തീയതി നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തു. സോ 9 മാസത്തെ ഇൻട്രസ്റ്റ് എവിടെ? വേർ ഇസ് ദി ഇൻട്രസ്റ്റ് ഓഫ് 9 months? നമ്മുടെ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ റെസിറ്റ് സൈഡിൽ റെസിറ്റ്സ് ആൻഡ് പേയ്മെൻറ്റ്സ് അക്കൗണ്ടിൽ റെസിറ്റ് സൈഡിൽ അങ്ങനെ ഇൻട്രസ്റ്റിനെ പറ്റി ഒന്നും പറയുന്നില്ല. സോ ദാറ്റ് മീൻസ് ദാറ്റ് ഇൻട്രസ്റ്റ് ഈസ് സ്റ്റിൽ അക്രൂഡ്. ഇൻട്രസ്റ്റ് നമ്മൾ കിട്ടിയിട്ടില്ല, കിട്ടാനുണ്ട്. സോ വി ഹാവ് ടു അക്കൗണ്ട് ദാറ്റ് വൺ. ക്വസ്റ്റ്യനിൽ അതേപ്പറ്റി ഒന്നും അഡ്ജസ്റ്റ്മെൻറ്റിൽ പറയുന്നില്ലെങ്കിൽ പോലും ഇൻഡയറക്ട്ലി ദാറ്റ് ഡേറ്റ് ആൻഡ് പെർസെൻറ്റേജ് ഈസ് വാണിംഗ് സംതിങ്. ആ പെർസെൻറ്റേജും ആ ഡേറ്റ് ഓഫ് പർച്ചേസും നമ്മളെ വാൺ ചെയ്യുന്നത് ഇതിനൊരു കാര്യം ഒളിഞ്ഞിരിക്കുന്നുണ്ട് എന്നാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുമ്പോൾ
8,000 രൂപയ്ക്ക് 5% നിരക്കിൽ 9 മാസത്തെ ഇൻട്രസ്റ്റ് കാണണം. അതിനെ നമ്മൾ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചറിൻ്റെ ഇൻകം സൈഡിൽ മാർക്ക് ചെയ്യണം. അത് കിട്ടാത്തത് കൊണ്ട് ഇറ്റ് ഷുഡ് ബി ഷോൺ ഓൺ ദി അസറ്റ് സൈഡ് ഓഫ് ദി ബാലൻസ് ഷീറ്റ്. ആ ഇൻട്രസ്റ്റ് നമ്മൾ ബാലൻസ് ഷീറ്റിൻ്റെ അസറ്റ് സൈഡിൽ കാണിക്കണം. ദാറ്റ് ഈസ് അക്രൂഡ് ഇൻകം. മെസലേനിയസ് എക്സ്പെൻസസ് 600. മെസലേനിയസ് എക്സ്പെൻസസ് 600. എക്സ്പെൻസർ. ദെൻ ബാലൻസ് ക്യാരിഡ് ഓൺ. ക്യാഷിൻ്റെയും ബാങ്കിൻ്റെയും ക്ലോസിംഗ് ബാലൻസാണ്. അപ്പോൾ നമ്മൾ റെസിപ്റ്റ്സ് ആൻഡ് പേയ്മെൻറ്റ്സ് അക്കൗണ്ടിൽ നിന്ന് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചറിലേക്ക് വരാൻ പോകുന്ന ഇൻകത്തിനെയും എക്സ്പെൻസിനെയും മാർക്ക് ചെയ്തു. അതിൽ ഏതൊക്കെ അഡ്ജസ്റ്റ്മെൻറ്റ് വരുന്നുണ്ട് അത് നോക്കി. ഇനി നമ്മൾ അഡ്ജസ്റ്റ്മെൻറ്റിൽ ഏതാ ബാക്കിയുള്ളത്? 50% ഓഫ് എൻട്രൻസ് ഫീ ഈസ് ടു ബി ക്യാപിറ്റലൈസ്ഡ്. തന്നിരിക്കുന്ന എൻട്രൻസ് ഫീയുടെ 50% ക്യാപിറ്റലൈസ് ചെയ്യണം. ക്യാപിറ്റലൈസ് ചെയ്യണം എന്ന് പറഞ്ഞാൽ ഇറ്റ് ഷുഡ് ബി ട്രാൻസ്ഫർ ടു ബാലൻസ് ഷീറ്റ്. അതായത് നമ്മൾ ഇൻകമായിട്ട് പരിഗണിക്കരുത്. 50% ഇൻകമായിട്ട് പരിഗണിക്കരുത്. നിങ്ങളതിനെ ബാലൻസ് ഷീറ്റിൻ്റെ ലാബിലിറ്റി സൈഡിൽ കൊണ്ട് നിർത്തണം. അപ്പോൾ എൻട്രൻസ് ഫീ എത്രയാണ്? എൻട്രൻസ് ഫീ ഈസ് 1,000. 1,000ൻ്റെ 50%, 500 മാത്രമേ നമ്മൾക്ക് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ ഇൻകമായി പരിഗണിക്കാൻ പാടുള്ളൂ. ബാക്കി 500 രൂപ ബാലൻസ് ഷീറ്റിൻ്റെ ലാബിലിറ്റി സൈഡിൽ എൻട്രൻസ് ഫീ എന്ന് പറഞ്ഞ് നമ്മൾ 500 കാണിക്കണം. അപ്പോൾ എൻട്രൻസ് ഫീക്ക് ഒരു അഡ്ജസ്റ്റ്മെൻ്റ് ഉണ്ട്. എൻട്രൻസ് ഫീക്ക് അഡ്ജസ്റ്റ്മെൻ്റ് ഉണ്ട് 50%. ആറാമത്തേത് പറയുന്നു ഫർണിച്ചർ ഈസ് ടു ബി ഡിപ്രീഷിയേറ്റഡ് അറ്റ് 10% പെർ ആനം. ഫർണിച്ചർ 10% ഡിപ്രീസിയേഷൻ ചെയ്യണം. ഡിപ്രീസിയേഷൻ നിങ്ങൾ ഓൾറെഡി പഠിച്ചിട്ടുള്ളതാണ്. വാട്ട് ഈസ് ഡിപ്രീസിയേഷൻ ആൻഡ് ഹൗ ദി ഡിപ്രീസിയേഷൻ ഈസ് കാൽക്കുലേറ്റഡ്. എന്താണ് ഡിപ്രീസിയേഷൻ? വാട്ട് ഈസ് ഡിപ്രീസിയേഷൻ? ഡിപ്രീസിയേഷൻ ഈസ് ദി ഗ്രാജുവൽ ഡിക്രീസ് ഇൻ ദി വാല്യൂ ഓഫ് ഫിക്സ്ഡ് അസറ്റ്. എങ്ങനെ? ഡിപ്രീസിയേഷൻ ഈസ് ദി ഗ്രാജുവൽ ഡിക്രീസ് ഇൻ ദി വാല്യൂ ഓഫ് ഫിക്സഡ് അസറ്റ്സ്. ഫിക്സഡ് അസറ്റിൻ്റെ വിലയിൽ ഗ്രാജുവലായിട്ട് കുറച്ചായിട്ട് കുറച്ച് കാലം കൊണ്ട് കുറവ് വരിക, വിലയിൽ കുറവ് വരിക. അതാണ് ഡിപ്രീസിയേഷൻ. ഹൗ? എങ്ങനെ? ഡ്യൂ ടു വെയർ ആൻഡ് ടിയർ. ഡിപ്രീസിയേഷൻ്റെ കാരണങ്ങളാണ് പറയുന്നത്. ഡ്യൂ ടു വെയർ ആൻഡ് ടിയർ, തേയ്മാനം. നമ്മളിപ്പോൾ ഒരേ മെഷീനറി 10 വർഷം ഓടിച്ച് കഴിഞ്ഞാൽ മെഷീനറി തേയ്മാനം ഉണ്ടാവില്ല. നമ്മൾ വാങ്ങിച്ച സമയത്തെ പോലെ ഉണ്ടാവുമോ? 10 വർഷം കഴിഞ്ഞില്ല. സോ തേയ്മാനം സംഭവിക്കുമ്പോൾ അതിൻ്റെ വില കുറയും. ഡ്യൂ ടു വെയർ ആൻഡ് ടിയർ. പാസേജ് ഓഫ് ടൈം, കാലപ്പഴക്കം കൊണ്ട്. ഇപ്പം നിങ്ങൾ കയ്യിലിരിക്കുന്ന മൊബൈൽ ഫോണാണോ 5 വർഷം മുമ്പായിട്ടുള്ള മൊബൈൽ ഫോൺ? അപ്പോൾ 5 വർഷത്തെ മൊബൈൽ ഫോണിന് ഇപ്പോൾ വിലയുണ്ടോ? ഇല്ല. അത് ഡിപ്രീസിയേഷനാണ്. അതാണ് പാസേജ് ഓഫ് ടൈം എന്ന് പറയുന്നത്, കാലപ്പഴക്കം. നമ്മൾ എന്ത് കയ്യിലുള്ളത് നമ്മളുടെ ഫോണുകളും കാര്യങ്ങളൊക്കെ ഇനി 10 വർഷം കഴിഞ്ഞ് എന്താവും? വെറുതെ കൊടുത്താൽ ആർക്ക് വേണ്ടെന്ന് പറയും. സോ ഡിപ്രീസിയേഷൻ ഡ്യൂ ടു പാസേജ് ഓഫ് ടൈം, കാലപ്പഴക്കം കൊണ്ട് അല്ലെങ്കിൽ ഫാഷൻ മാറിപ്പോകുന്നതുകൊണ്ടുള്ള വില നഷ്ടം ഡിപ്രീസിയേഷനാണ്. അപ്പോൾ വാട്ട് ഈസ് ഡിപ്രീസിയേഷൻ? ഡിപ്രീസിയേഷൻ ഈസ് ദി ഗ്രാജുവൽ ഡിക്രീസ് ഇൻ ദി വാല്യൂ ഓഫ് ഫിക്സ്ഡ് അസറ്റ്സ് ഡ്യൂ ടു വെയർ ആൻഡ് ടിയർ, പാസേജ് ഓഫ് ടൈം, ഓബ്സൊലീസൻസ്. ഓബ്സൊലീസൻസ് മീൻസ് കാലപ്പഴക്കം. അപ്പോൾ അതാണ് ഡിപ്രീസിയേഷൻ. ജസ്റ്റ് ഒരു ഇൻഫർമേഷൻ പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ ഈ കേസിൽ നമുക്ക് ഫർണിച്ചറിന് 10% ഡിപ്രീസിയേഷൻ ചാർജ് ചെയ്യണം. അപ്പോൾ എന്നാണ് ഫർണിച്ചറിനെ പറ്റി എന്താ പറഞ്ഞിരിക്കുന്നത്? റെസിപ്റ്റ്സ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ടിൽ സൈഡിൽ ആദ്യത്തെ ഐറ്റം പർച്ചേസ് ഓഫ് ഫർണിച്ചർ 1/7/2014 5,000. 1/7/2014 5,000 രൂപയുടെ ഫർണിച്ചർ വാങ്ങിച്ചു. അവിടെ ഡേറ്റ് മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. ഏതെങ്കിലും ഒരു ഐറ്റത്തിൻ്റെ കൂടെ ഡേറ്റോ പെർസെൻറ്റേജോ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മൾ അഡ്ജസ്റ്റ്മെൻറ്റിൽ പറഞ്ഞു ഡിപ്രീസിയേഷൻ 10% ചാർജ് ചെയ്യണം. അസറ്റ് വാങ്ങിയതെന്നാണ്? 1/7/2014. നമ്മുടെ ഫിനാൻഷ്യൽ ഇയറിൻ്റെ ബിഗിനിങ് എന്നാണ്? 1/4/2014. നമ്മുടെ ഫിനാൻഷ്യൽ ഇയർ എന്ന് പറയുന്നത് 1/4. ഈ ക്ലബിനെ സംബന്ധിച്ച് ഈ ക്ലബിൻ്റെ കേസിൽ നമ്മൾ ഫിനാൻഷ്യൽ ഇയർ തുടങ്ങുന്നത് 1/4/2014 തുടങ്ങി 31/3/2015 അവസാനിക്കുന്നത്. ഓക്കെ. പക്ഷെ ഫർണിച്ചർ വാങ്ങിച്ചതെന്നാണ്? 1/7/2014. ദാറ്റ് മീൻസ് ആഫ്റ്റർ 3 months വി ഹാവ് പർച്ചേസ്ഡ് ദി ഫർണിച്ചർ.
ഏപ്രിൽ, മെയ്, ജൂൺ. ജൂൺ 30 വരെ നമ്മൾ ഫർണിച്ചർ പർച്ചേസ് ചെയ്തിട്ടില്ല. സോ 3 months ഈസ് ഓവർ. ഓൺ ജൂലൈ 1 ദി ഫർണിച്ചർ ഈസ് പർച്ചേസ്ഡ്. അങ്ങനെയെങ്കിൽ ഡിപ്രീസിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ 12 മാസത്തിൽ നിന്ന് നമ്മൾ 3 മാസം കുറയ്ക്കണ്ടേ? കാരണം നമ്മൾ ഫിനാൻഷ്യൽ ഇയർ തുടങ്ങിയിട്ട് 3 മാസം കഴിഞ്ഞതിന് ശേഷമാണ് ഫർണിച്ചർ വാങ്ങിച്ചിരിക്കുന്നത്. സോ ഡിപ്രീസിയേഷൻ കാണുമ്പോൾ 5,000 രൂപയ്ക്ക് 10% നിരക്കിൽ 9 മാസത്തെ ഡിപ്രീസിയേഷനെ കാണാൻ പാടുള്ളൂ. ഓക്കെ, അപ്പോൾ നമുക്ക് ഗോ ടു ദി ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട്. ഒരു ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് വരയ്ക്കുക. ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് ഓഫ് മെസ്സേഴ്സ് സ്റ്റാർ ഗ്ലാം for the year ended 31st March 2015. Income, expenditure. Amount, credit, ഡെബിറ്റ്. ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് വരച്ചു കഴിഞ്ഞു. ഇനി ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് നമ്മൾ ഏതൊക്കെയാണോ ഇൻകം മാർക്ക് ചെയ്തത് അതൊക്കെ ഇൻകം സൈഡിൽ എഴുതുക. ഏതൊക്കെ ഇൻകം? സബ്സ്ക്രിപ്ഷൻ അഡ്ജസ്റ്റ്മെന്റ് ഉണ്ട്. നമ്മുടെ 2015 സബ്സ്ക്രിപ്ഷൻ എന്ന് പറഞ്ഞാൽ 10,000 ആണ്. 10,000 ആഡ് ഔട്ട്സ്റ്റാൻഡിങ് സബ്സ്ക്രിപ്ഷൻ എത്രയാണ്? 400. സോ 10,400 is the income. Subscription 10,000. അടുത്തത് ഡൊണേഷൻ 2,000. ഹാൾ റെന്റ് 300. ഹാൾ റെന്റ് 300. Interest on bank deposits. Interest on bank deposits. Interest on bank deposit. Inner column എഴുതുക 450. Add accrued. Add accrued or outstanding. Both are same. Income accrued ഉം income outstanding ഒന്നാണ്. Add accrued 150. 600 coming to the outer side. Next is entrance fee. Entrance fee is 1,000 rupees. Adjustment under. So write on the inner side. 50% of the entrance fee is to be capitalized. So less 50%, 500. The balance 500 on the outer column. So interest on government security, 5% of interest on government security was also to be recorded. Interest on government bond, 8,000 into 5%, 9 months. How much? It will coming to 300. It is coming to 300.
So coming to the expense side, salaries 2000, salaries 2000, add outstanding 1500, total is 3500. Telephone charges 300, electricity charges 600, postage and stationery 150, purchase of books asset ആണ്. entertainment expenses entertainment expense എന്താ പറഞ്ഞിരിക്കുന്നത്? entertainment expense outstanding 500, so entertainment expense is 900 inner column, and outstanding 500, 1400 on the outer column, 1400. Miscellaneous expenses 600, miscellaneous expenses 600. Depreciation on furniture 5000 രൂപയ്ക്ക് 10% depreciation 9 മാസത്തേക്ക്. So 5000 into 10%, it is coming to 500. This is for 12 year. Divide by 12 into 9. 5000 into 10%, 500. This 500 is for 12 months. So that 500 is divided by 12 equal to 1 month into 9 months equal to 9 months. So 375. Depreciation 375. ഇവിടെ നമ്മളുടെ എപ്പോഴും വരയ്ക്കുമ്പോൾ 2 സ്റ്റെപ്പ് ഇറക്കി വരയ്ക്കുക. നമ്മളുടെ സർപ്ലസോ ലോസോ റെക്കോർഡ് ചെയ്യാനുണ്ട്, അതിനുള്ള സ്പേസ് വിട്ടിട്ട് വരയ്ക്കാവുള്ളൂ. ഏത് സൈഡ് കൂടി നോക്കുക? 10, 12, 13. നമ്മുടെ ഇൻകം സൈഡ് കൂടുതൽ, ഇൻകം സൈഡ് കൂട്ടുക. 0, 0, 5, 8, 14, 17, 21, 2, 4. 14,100 is the total of income side. Transfer to the expenditure side. Find out the difference. 5, put 1 here, then difference is 5. That 1 is added to here, 6, 7, 13. Again 0 here, so put 2 here, 7. The remaining factor is 2, 7, 10, 16, 17, 4, 21, 21 plus 6, 27, plus 3, 30. Here 1 is here, so 1 put 31 here. 30 minus 31 is 1. Factor is 3. 3 plus 3 is 6. Plus 1, 7. 7 minus 14. Remaining is 7. So
7,175 is the excess of income over expenditure. That is called surplus. Excess of income over expenditure. Excess of income over expenditure. That is called surplus. ഇൻകം സൈഡ് കൂട്ടുക, പേയ്മെന്റ് സൈഡിലേക്ക് കുറവുള്ള സൈഡിലേക്ക് മാറ്റുക, ഡിഫറൻസ് കാണുക. 0,0,0,0,0,5 ആണ്. സോ ഹിയർ ഇറ്റ് ഈസ് 0. 5 നെക്സ്റ്റ് സ്റ്റെപ്പ് കൊടുക്കുക, 10 കൊടുക്കുക. 5 - 10 റിമൈനിങ് ഈസ് 5. ഈ ഫാക്ടറിനെ നമ്മൾ അടുത്ത ഫിഗറിനൂടെ ആഡ് ചെയ്യുക. നമ്മൾ 1 കൊടുത്ത് 1 നെക്സ്റ്റ് കൂടെ ആഡ് ചെയ്യുക. 5 + 1 6, 6 7 13. 13 ഇവിടെ 0 ആണ്. സോ നെക്സ്റ്റ് ഹയസ്റ്റ് കൊടുക്കുക, 20 കൊടുക്കുക. 13 - 20 7. ഇവിടെ 22 കൊടുത്തത്. ആ 2 എന്ന ഫാക്ടറിനെ ഇവിടെ കൂട്ടുക. 5 - 3 5 - 2 7 7 - 3 10 10 - 6 16 16 - 1 17 17 - 4 21 21 6 27 27 3 30. താഴെ 1 ആണ്. സോ 3 കൊടുക്കുക, 31 കൊടുക്കുക. 30 - 31 1. ആഡ് ചെയ്ത ഫാക്ടർ 3 ആണ്. ആ 3 വീണ്ടും ആഡ് ചെയ്യുക. 3 - 3 6 3 + 3 6 6 1 7. ഇപ്പം നമ്മൾ കിട്ടിയിരിക്കുന്നത് 14 നിന്ന് 7 കുറയ്ക്കുക. 14 7 കുറച്ചാൽ ബാക്കി 7. സോ in this way, no need of calculator and no need of other working papers. In the account itself you can deduct. So we have studied how to prepare income and expenditure account with adjustments. Next class il nammal കൂടുതൽ അഡ്ജസ്റ്റ്മെൻ്റ് ഉള്ള പ്രോബ്ലംസ് ചെയ്യും. ഒരു 5-6 അക്കൗണ്ട് നമ്മൾ ചെയ്യും. അത് കഴിഞ്ഞിട്ട് നമ്മൾ we will go to move to balance sheet. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇത് നമ്മൾ 8ാമത്തെ ക്ലാസ്സാണ്. ക്ലാസ് കാണുന്നവർ ഓർഡറിൽ മാത്രം കാണുക. ഗുഡ് ബൈ.